ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്കുവിൻ്റെ ചോറൂണ് വീഡിയോ ആണ് കേട്ടോ. അങ്കുവിൻ്റെ ചോറൂണ് വീഡിയോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഫസ്റ്റ് അങ്കുവിൻ്റെ ചോറൂണ് കൊടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ വലിയൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ ഇടാം. അപ്പോൾ ഈ നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വൈബായിട്ട് ചില്ലായിട്ടാണ് പോകുന്നത്. നമ്മളെല്ലാം ഊട്ടി, കൊടൈക്കനാൽ അവിടെയൊക്കെ പോകുന്നുള്ളൊരു മട്ടിലാണ് പോകുന്നത്. പക്ഷെ സത്യത്തിൽ അങ്കുവിന് ചോറ് കൊടുക്കാനാണ് പോകുന്നത്. നമ്മളിത് പെട്ടെന്ന് ഓർക്കുന്നത് തന്നെ അവിടെ ഗുരുവായൂർ എത്തിയപ്പോഴത്തേക്കാണ് അയ്യോ ചോറ് കൊടുക്കാനല്ലേ വന്നത് എന്നുള്ളൊരു മട്ടിലെത്തിയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ ഒരു വൈബൊക്കെ മടക്കി ബസ്സിനകത്ത് തൽക്കാലം വെച്ചിട്ട് പിന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് പോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് വൈക്കത്തും കൂടെ നമ്മൾ അങ്കുവിന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇത് തന്നെയാണോ പണി? അതെ, നമുക്ക് ആ ഒരു സമയത്ത് അത് തന്നെയായിരുന്നു പണി. ഇവൻ അങ്കു പോലും രാവിലേക്ക് എണീറ്റ് അമ്മ ഓക്കെ എന്നെ കുളിപ്പിക്കൂ, കൊണ്ടുകൊടുക്കൂ, പോവാം. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്കു ഇപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ചോറൂണ് എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തേനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അതായത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ആവണിപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ ഒരു ചോറൂണ് ഇപ്പം മോന് കൊടുക്കുന്നത്. അവിടെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ പഴമാണെങ്കിലും മറ്റേ പാൽപ്പായസമൊക്കെ ആണെങ്കിലും നേദിച്ചൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചോറൂണും കൂടെ കൊടുക്കുമ്പോഴേ ആ ഒരു നേർച്ച തീരത്തുള്ളൂ. അവിടെ സന്താനഗോപാല സ്വാമിയുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് കുട്ടികളൊക്കെ ഇല്ലാത്ത ദമ്പതിമാരൊക്കെ വന്ന് അവിടെ അർച്ചന ചെയ്യുന്നുണ്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഫലപ്രാപ്തിയാണ് അതിന്. പിന്നെ കുറേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി നിങ്ങൾ പുതിയൊരു അമ്പലം തന്നെ ഉണ്ടാക്കി മോനിനി അടുത്ത ചോറൂണ് കൊടുക്കുക. കാരണം എല്ലാ അമ്പലത്തിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് അവിടെ ആണെങ്കിലും ചേട്ടൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ഒരുവിധം കൊടുത്ത് കഴിഞ്ഞു. പിന്നെ പുതിയ അമ്പലം ഉണ്ടാക്കാനായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അങ്കുവിനെ സംബന്ധിച്ച് നമ്മൾ വിചാരിച്ചു ആദ്യം നമ്മൾ ഫസ്റ്റ് ഗുരുവായൂർ പോയപ്പോഴത്തേക്ക് പാൽപ്പായസമായിരുന്നു. അപ്പോഴത്തേക്ക് അത് അവന് ഇഷ്ടമായതുകൊണ്ട് മധുരമൊക്കെ ആയതുകൊണ്ട് കഴിക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കരയും, എന്തായാലും അവൻ കരയുമായിരിക്കും എന്നൊക്കെ. പക്ഷേ എന്താ പറയുക, അവൻ കരഞ്ഞതേയില്ല, അവൻ എൻജോയ് ചെയ്യായിരുന്നു. അച്ഛാ എനിക്ക് ഇനിയും തായോ, എനിക്ക് മതിയാവുന്നില്ല. ആ സെറ്റപ്പായിരുന്നു. നിങ്ങളെല്ലാവരും തായോ, വേണമെങ്കിൽ പുറത്തുനിന്നുള്ള 5-6 ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എനിക്ക് ചോറൂണ് തായോ, ആ സെറ്റപ്പിലാണ് അങ്കു ഇരുന്നത് അവിടെ. എന്തായാലും അങ്കുവിൻ്റെ ചോറൂണ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അങ്കു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.